ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആദ്യം അനിൽകുമാറിൽ തുടങ്ങുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ CPM? ഞങ്ങൾക്കാർക്കും ഇത്തരം കാര്യങ്ങളിൽ ആരുടെയും പുറകെ നടക്കാൻ നേരമില്ല. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ. പക്ഷേ നിങ്ങൾ മാത്യു കുഴൽനാടന്റെ പിറകെ ഈ അടുത്താണ് നടത്താൻ തുടങ്ങിയത് അല്ലേ? ഇത്രയും പിറകെ നടക്കാൻ നേരമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മാത്യു കുഴൽനാടന്റെ എതിരെ അദ്ദേഹത്തിന്റെ ഈ റിസോർട്ട് അവിടെ 10 വർഷമായി പ്രവർത്തിക്കുന്ന അതിന്റെ ആദ്യ രൂപം, പിന്നീട് അതിനകത്ത് ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്കാണ് 2018 ശേഷം ഇങ്ങോട്ടാണ് പുതിയ 2 കെട്ടിടങ്ങൾ, ഇപ്പോൾ ഈ നിയമം ലംഘിച്ചു എന്ന ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് രേഖയിൽ തന്നെ അത് ബോധ്യമാകുന്ന 2 കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അതിനുശേഷമൊന്നും ഇല്ലാത്ത ആരോപണം അല്ലെങ്കിൽ അതിനുശേഷമൊന്നും ഇല്ലാത്ത ഇതുപോലെ രേഖ തപ്പിപ്പിടിച്ചുകൊണ്ടുവന്നുള്ള പിറകെ നടക്കലുകൾ ഈ സമീപകാലത്താണ് തുടങ്ങിയതല്ലേ? താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പിറകെ നടക്കുന്നത്? മാത്യു കുഴൽനാടന്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ ഞങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയത് ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാറുമായി കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ. സംഘപരിവാർ ബന്ധമാണ് എല്ലായിടത്തും കാണാൻ കഴിയുക. ഉന്നത കുടുംബങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറുമായി ബന്ധം സൂക്ഷിക്കുകയും എന്നിട്ട് കേന്ദ്രത്തിൽ അദ്ദേഹം എൻവയോൺമെന്റൽ വകുപ്പുമായി ബന്ധപ്പെട്ട അഡ്വൈസർ പദവിയിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പരിസ്ഥിതി വിഭാഗത്തിന്റെ അഡ്വൈസർ എന്ന നിലയ്ക്ക് പദവി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം കോൺഗ്രസ് MLA ആയിട്ടും മറ്റൊരു സമയത്ത് കേന്ദ്രത്തിലെ BJPയുടെ പിണിയാളായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് തർക്കമുണ്ട്. അവർ വിവരം ലഭ്യമാക്കിയപ്പോൾ ഞങ്ങൾ ഇതിന്റെ വസ്തുതകൾ കണ്ടെത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ പിടിച്ചതിനൊക്കെ വലിയ അളയിലിരിക്കുന്നു. നാളെ ഇതിനൊക്കെ വലുത് പുറത്തു വരാൻ പോവാണ്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇത് എവിടുന്നാണ് തുടങ്ങിയതെന്ന് നമ്മൾ നോക്കണമല്ലോ. നിരന്തരമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ, മകളുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാട് ആരോപണങ്ങൾ, അവരുടെ എക്സാലോജിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിയമസഭയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും മുഖ്യമന്ത്രിയുടെ രോഷത്തിന് അവിടെ പാത്രമാവുകയും ചെയ്തിട്ടുള്ള ഒരു MLA എന്ന നിലയ്ക്ക് ഈ അടുത്ത് വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ എല്ലാരും വിളിച്ചു. എന്തായിരുന്നു ഈ കരിമണൽ ആരോപണം നേരിടുന്ന കമ്പനിക്ക് ഒരു സോഫ്റ്റ്വെയർ സേവനം എന്ന നിലയ്ക്ക് എക്സാലോജിക്ക കമ്പനി 2017 ശേഷം ഇങ്ങോട്ട് കൊടുത്തത് എന്നുള്ള ചില ചോദ്യങ്ങളടക്കം വളരെ ബേസിക്കായ വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ കുഴൽനാടൻ മുന്നോട്ട് വെച്ചു. പൊതുസമൂഹം ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്നും ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ് ആ ചോദ്യം. ആ ഉത്തരത്തിലേക്ക് ഇനിയെങ്കിലും വരുമോ എന്ന് ഇന്നും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കുഴൽനാടൻ. വരുമോ അനിൽകുമാർ? ഉത്തരം പറ. എവിടെയാണ് തിരിച്ചറിയേണ്ടത് എന്നാണ് ഇത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, കുഴൽനാടൻ പരീക്ഷാ പേപ്പറിലെ പരീക്ഷാക്കാളിൽ കോപ്പി അടിക്കാൻ തുടങ്ങിയ മുതൽ കുഴൽനാടന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. വീണാ വിജയനെതിരായ ഒരു ആരോപണം നിലനിൽക്കത്തില്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം വീണാ വിജയൻ ഒരു കരാറിൽ ഏർപ്പെടുകയും ടാക്സ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കരം തന്നെ. അവർക്ക് കള്ളപ്പണം ലഭിച്ചിട്ടില്ല. കുഴൽനാടന്റെ സ്കൂളിലല്ല വീണാ വിജയൻ പഠിച്ചത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ശ്രീ അനിൽകുമാർ, വീണാ വിജയനെതിരെ ഒരു ആരോപണവുമല്ല. വീണാ വിജയൻ ടാക്സ് പഠിച്ചു. നോക്കൂ അനിൽകുമാർ, ഇപ്പോ കുഴൽനാടനെതിരെ ഉള്ളതാണ് ആരോപണം. ഇതൊരു നടത്തു പോണ മാതിരില്ല. എന്നാൽ വീണാ വിജയനെതിരെ ആരോപണമാണോ? ആണോ അനിൽകുമാർ? അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഞാൻ ചോദിക്കുന്നത്, വീണാ വിജയനെതിരായി ആരോപണം പോലുമില്ല. ആരോപണമാണ് നിങ്ങൾ പറഞ്ഞാൽ ആരോപണം പോലുമില്ല. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? അതുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA എന്ന നിലയ്ക്ക് MLAയുടെ സത്യവാങ്മൂലത്തിലെ കള്ളത്തരവാ പിടിച്ചത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. തൊണ്ടി സഹിതം പിടിച്ചത്. വീണാ വിജയന്റെ ഇൻകം ടാക്സിന്റെ രേഖയിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവിടെ സെറ്റിൽമെന്റ് ബോർഡുകാരെ മുഖ്യമന്ത്രിക്കെതിരായി സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞ പോലെ, ഖുറാന്റെ കടത്ത് പറഞ്ഞ പോലെ, ഈന്തപ്പഴത്തിന്റെ കടത്ത് പറഞ്ഞ പോലെ ഈ CMRL കമ്പനി തന്നെ കൊടുത്ത ഒരു ഹർജിയിലാണ് ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇൻട്രീം ബോർഡിന്റെ ഉത്തരവ് വന്നത് എന്നത് ശ്രീ അനിൽകുമാറിന് അറിയുമോ? മറ്റാരും പോയതല്ല. ആദായനികുതി വകുപ്പ് സ്വമേധയാ എടുത്ത നടപടിയല്ല ഇത്. അതറിയുമോ അനിൽകുമാർ? എനിക്ക് തീരെ മനസ്സിലായില്ല. ആദായനികുതി വകുപ്പ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി സ്വമേധയാ എടുത്ത ഒരു നടപടിയോ ഒരു ഇടക്കാല ഇടപെടലോ ഉത്തരവോ അല്ല ഇത്. ഇവൻ നമ്മൾ ഈ വീണാ വിജയന്റെ വിവരങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇൻട്രീം ഇൻകം ടാക്സ് ബോർഡിന്റെ ഉത്തരവ് അത് അറിയുമോ ശ്രീ അനിൽകുമാർ? ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? പിന്നെന്താണ്?
CMRL ഹർജിയിൽ വാദം കേട്ട ശേഷം പിന്നെന്താണ്? CMRL ഉദ്യോഗസ്ഥരുടെയും CMRL ചീഫ് ഫിനാൻസ് ഓഫീസറുടെയും ആദായ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ വാദങ്ങൾ കേട്ട ശേഷം എടുത്തു വന്ന ഒരു തീർപ്പാണ്. ആ തീർപ്പിനകത്ത് തങ്ങളുടെ കമ്പനിക്ക് വേണ്ട സേവനം, എക്സ്പെക്ട് ചെയ്ത സേവനം കിട്ടിയില്ല എന്ന് അവിടെ മൊഴി നൽകിയത് ആ എക്സാലോജിക്ക കമ്പനിയുമായി കരാറുണ്ടാക്കിയ ഇതിലെ ഹർജിക്കാരാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അൽഷിമേസ് CMRL എന്ന് പറയുന്ന പറയട്ടെ, CMRL എന്ന് പറയുന്ന കമ്പനി ആരാണ്? CMRL കമ്പനിയും RSS ആയിട്ടുള്ള ബന്ധം എന്താണ്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാനിപ്പോ ഗവർണറുടെ തസ്തികയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന BJPയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി RSSുമായി ബന്ധമുള്ള ഒരു കമ്പനിയുമായാണോ മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് കരാറാണെങ്കിലും ഉണ്ടാക്കിയത്? ഞാൻ പറയട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. ഹരിയസ് കർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ബഹുമാനപ്പെട്ട റാഷിദ് കണ്ടോ? ഞാനത് അങ്ങയോട് ചോദിക്കുന്നത്, നിങ്ങളത് കണ്ടോ? ജന്മഭൂമിയിൽ നിങ്ങൾ പുറത്തു പോയത് ഈ കാരണമാണ് നിങ്ങൾ കേട്ടോ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഹരിയസ് കർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തോ? എന്താ കൊടുക്കാത്തത്? ജന്മഭൂമി ഭയമാണോ? സംഘപരിവാരത്തെ ഭയമാണോ? എന്റെ ചോദ്യം എന്തായിരുന്നു ശ്രീ അനിൽകുമാർ? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ് ഇവിടെ ആരും വരട്ടണ്ട. സെറ്റിൽമെന്റ് ബോർഡ് കർത്തയും തമ്മിൽ ഉണ്ടാക്കുന്ന സാധനം എന്താണ്? നികുതി വെട്ടിപ്പിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നൂരി എടുക്കാൻ വേണ്ടി അവർ പറയുന്നത് എഴുതി കൊടുക്കും. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒരു വ്യക്തിക്കെതിരെ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ ഒരു പ്രതികരണം എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ വീണ വിജയന് പ്രതികരിക്കാം, മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാം, മന്ത്രി റിയാസിന് പ്രതികരിക്കാം. പക്ഷെ ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ഈ മൗനത്തെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് പരിഹാസവും പുച്ഛവും അടക്കമുള്ള രീതിയിലുള്ള പ്രതികരണം പറഞ്ഞിട്ടില്ല. മറുവശത്ത് ആ ചോദ്യം ഉന്നയിച്ച പ്രതിപക്ഷ MLAയുടെ 4 വർഷം മുമ്പ് വരെയുള്ള കരാർ, ആ കരാറിന്റെ ഉപകരാർ, അതിന്റെ ആധാരം, അടിയാധാരം ഉൾപ്പെടെയുള്ളവ തപ്പിയെടുത്ത് സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? പക്ഷെ അതിവിടെ എടുത്തു വെച്ച് കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും മറുപടി പറയേണ്ടതും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ ഈ മാത്യു കുഴൽനാടൻ എന്ന ചാപ്റ്റർ? അപ്പോൾ അതിന് മറുപടി അങ്ങനെയല്ല എന്നും. പൊതുസമൂഹം എന്ത് മനസ്സിലാക്കണം അനിൽകുമാർ? സഖാവ് വീണ വിജയനും സഖാവ് പിണറായി വിജയനും കുടുംബവും വിചാരണ ചെയ്യപ്പെടുന്ന പുതിയ കാര്യമല്ല. ലാവലിംഗ് കേസ് വന്നു. എന്തായിരുന്നു മൊഴി കൊടുത്തത് CBIക്ക്? ആഞ്ജനേയ സ്വാമി. കമല ഇന്റർനാഷണൽ 100 തവണ സിംഗപ്പൂർ യാത്ര. പിണറായി വിജയന്റെ അക്കൗണ്ട് നോക്കണം, കമല വിജയന്റെ അക്കൗണ്ട് നോക്കണം. ഈ അക്കൗണ്ട് എല്ലാം നോക്കിയില്ലേ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അന്ന് ഞങ്ങളുടെ എല്ലാ അക്കൗണ്ട് നോക്കിയല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ എല്ലാ അക്കൗണ്ട് നോക്കിയല്ലോ. എന്നിട്ട് എന്തായി? എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ വെല്ലുവിളി ഏറ്റെടുത്തൂടെ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞാൻ പറയട്ടെ, ഇതിന് മറുപടി നോ ഇതിന് മറുപടി പറയട്ടെ. കൈതോലപ്പായ കടത്തി എന്ന് പറഞ്ഞു. ഇതിനൊക്കെ തെളിവോടെ ഇങ്ങനെ വല്ലവരും വല്ല പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് പുതിയ ആരോപണം വന്നിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു. അത് ആ വിഷയത്തിലേക്ക് തന്നെ കടക്കാനാണ് തീരുമാനിച്ചു വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അപ്പൊ ഈ വിഷയത്തിലുള്ള മറുപടി കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സമയത്തിനനുസരിച്ച് ആ വിഷയത്തിലേക്ക് പോകാം. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒറ്റ നിമിഷം, നമുക്ക് ക്ലാരിറ്റി ആണല്ലോ പ്രധാനം. ഇത്ര ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവിടെ പോണു? വെള്ളം കുടിക്കണം. അക്കൗണ്ടുകളെ കുറിച്ച്, ഇടപാടുകളെ കുറിച്ച് ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇന്നത്തെ മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി എക്സാലോജിക്ക കമ്പനിയുടെ അക്കൗണ്ട് ഇടപാടുകൾ അതിൽ പ്രവർത്തിച്ച, ജോലി ചെയ്ത, അതിൽ സേവനദാതാക്കളായിട്ടുള്ള, അതിന്റെ ഭാഗമായിട്ടുള്ള 50 പേരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തുവിട്ട് സുതാര്യമാണ് കാര്യങ്ങൾ എന്ന് പറയാൻ എന്താണ് തന്റെ ഇടമില്ലാത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എക്സാലോജിക് കമ്പനി എന്ന് പറഞ്ഞ അസംബ്ലി മത്സരിച്ചിട്ടില്ല.
വീണ വിജയൻ ഒരിടത്ത് മത്സരിച്ചിട്ടില്ല, അവിടെ വിറ്റും കൊടുത്തിട്ടില്ല. ഉന്നതാധികാരമുള്ള അത് ഒരാളുടെ സ്വാഭാവികമാണ്. കപ്പാസിറ്റിയിലാണ് നാളെ ഇതെല്ലാം മനോരമ ചെയ്തതെന്ന വാർത്തകൾ ഇന്റീരിയം ഞാൻ സെറ്റിൽമെന്റ് പറഞ്ഞു ബോർഡിന്റെ കൊടുക്കും. ഉത്തരവിലെ ഒരു ഞാൻ പരാമർശമുണ്ട്. അല്ല, ഞാൻ നീ അറിഞ്ഞ ഞാൻ പെട്ടു. മലയാള മനോരമയുടെ അക്കൗണ്ട് മുഴുവൻ നാളെ പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കണം ഞാൻ പറഞ്ഞങ്ങൾ കൊടുക്കുമോ? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങൾ നിയമാനുസരണം പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് കൊടുക്കാനാവില്ല. നിങ്ങളുടെ ശമ്പളം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത്ര ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടം നിൽക്കുന്നത്. അപ്പൊ എങ്കിൽ ആ അക്കൗണ്ട് വിവരങ്ങൾ ആ ആത്മവിശ്വാസത്തോടു കൂടി ഈ പോരാട്ടത്തിന്റെ ഭാഗമായി അങ്ങ് പുറത്തു വിടണം ശ്രീ അനിൽകുമാർ. അത് പൊതുസമൂഹത്തോട് ഒന്നൊന്ന് പറയാമല്ലോ. അത് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തലൊന്നും ആകില്ലല്ലോ. അതുപോലും ചെയ്യാത്തതല്ലേ ഈ സംശയത്തിനും ചർച്ചയ്ക്കും വഴിവെക്കുന്നത്? എന്തുകൊണ്ടുണ്ടാകുന്നില്ല അനിൽകുമാർ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നിങ്ങളുടെ സംശയം ഒരിക്കലും തീരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബോധമുള്ളവരാണ്. നമ്മളുടെ സംശയം മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടവരോ ഇതൊന്ന് ദൂരീകരിച്ചു തന്നാൽ വളരെ നല്ല കാര്യം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആളുകൾക്ക് വെറുതെ എന്തിനാണ് ഇങ്ങനെ വടി കൊടുക്കുന്നത് അടിക്കാൻ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.